എല്ലാവർക്കും VMS ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്നൊരു സസ്പെൻസ് മാസ് ത്രില്ലർ സിനിമ കാണുന്ന ഒരു ഫീലാണ് ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് കണ്ടുകൊണ്ടിരുന്നപ്പം തോന്നിയത്. ക്ലൈമാക്സ് ഒക്കെ വളരെ വളരെ വമ്പൻ ട്വിസ്റ്റുകളൊക്കെ ആയിരുന്നു. എന്ത് തന്നെയായിരുന്നാലും 10 വർഷം നീണ്ടു നിന്ന കേരളം LDF ഭരണം, പിണറായി വിജയൻ ഭരണം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവിയാണ് പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ LDF സർക്കാർ, LDF ഗവൺമെൻറ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നേരിടേണ്ടി വന്നത്. 35 സീറ്റിൽ മാത്രം ഒതുങ്ങി നിന്നു എന്ന് പറഞ്ഞാൽ അത് ചില്ലറ തോൽവിയല്ല, വലിയൊരു തോൽവി തന്നെയാണ്. അതുപോലെ 100-ൽ പരം സീറ്റുകൾ വിജയിച്ച് UDF ഒരു വലിയ ഇമ്പാക്റ്റ് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് UDFൻ്റെ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണെന്നുള്ള ചർച്ചകളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് വിജയ് അണ്ണൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 2024 ഒരു പാർട്ടി തുടങ്ങി 2026 ഇത്രയും വലിയ സംഖ്യ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല. എല്ലാവരും വിജയെ കളിയാക്കി വിട്ടുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പം കണ്ടില്ലേ, ഇതാണ് പറയുന്നത് ആരെയും എഴുതി തള്ളരുത് എന്നുള്ളത്. പിന്നെ വിജയ് അങ്ങനെ തമിഴ്നാടിൽ 100-ലധികം സീറ്റുകൾ നേടി അവിടെയും ഒരു ഭരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ നീണ്ട കാലം ഭരിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയെ അങ്ങനെ മോദിയും അമിത്ഷായും കൂടെ ചേർന്ന് പിഴുതെടുത്ത് എറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വെസ്റ്റ് ബംഗാൾ BJP പിടിച്ചിരിക്കുകയാണ്. BJPയുടെ ടാർഗറ്റ് സ്റ്റേറ്റാണ്. 3-4 വർഷമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് ഒരു ടാർഗറ്റ് അവർ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അങ്ങനെ ആ വെസ്റ്റ് ബംഗാളും BJPയുടെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് BJP പ്രവർത്തകരായിരിക്കും. കാരണം വെസ്റ്റ് ബംഗാൾ കിട്ടി, കേരളത്തിൽ 3 സീറ്റ് നേടി, എല്ലാം കൊണ്ടും അവർക്ക് നല്ല ഒരു ദിവസമാണ് ഇന്നത്തേത്. കൂടാതെ കോൺഗ്രസ്സുകാർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. VD സതീശൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ റിസൾട്ട് തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിജയ് അണ്ണൻ TVK വിജയ് അണ്ണനും ഇതാ നമ്മുടെ CM ആയിട്ട് തമിഴ്നാട്ടിൽ വരാൻ പോവുകയാണ്. ഈ TVKയുടെ ഒരു ഇമ്പാക്റ്റ് കേരളത്തിൽ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും അടുത്ത അസംബ്ലി ഇലക്ഷനിലൊക്കെ കേരളത്തിലും TVKയുടെ സ്ഥാനാർത്ഥികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്ത് തന്നെയായിരുന്നാലും ജനാധിപത്യ പ്രക്രിയയുടെ ഒരു നല്ലൊരു ദിവസമാണ് ഇന്ന്. അഴിമതിക്കാരും തുടർഭരണം കിട്ടി അഹങ്കാരം കൊണ്ട് കേരളം നശിപ്പിച്ചിട്ടുള്ളവർക്കും കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇന്നത്തെ ദിവസം. ഇനിയെങ്കിലും അഹങ്കാരം കുറയ്ക്കണം. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അധികാരം എന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അടികൾ കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.